ഇത് പോരാ. മേക്കപ്പ് വാരിക്കോരി പൂശിയെന്നല്ലാതെ ഒരു കാര്യവും ഇല്ല. അത് ഹരിത പറഞ്ഞത് ശരിയാ. ഈ ഫോട്ടോ കണ്ടപ്പോ എനിക്കും അതാ തോന്നിയത്. ഇതേ പെണ്ണിനെ കുറ്റം പറയുമ്പോ കൈയടിച്ച് ചിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ നീയും നാത്തുന്റെ കൂടെ കൂടിയിരിക്കാണോ? ചേട്ടാ, പെണ്ണിന്റെ കുറ്റവും കുറവും ഗുണവും ദോഷവും ഒക്കെ കണ്ടുപിടിക്കാൻ ഞങ്ങള് പെണ്ണുങ്ങൾക്കേ കഴിയൂ. നിങ്ങള് പുരുഷന്മാർ 5 ഇട്ട് നോക്കിയാലും അതിനൊന്നും കഴിയില്ല. മരുമകളുടെ അഭിപ്രായത്തെ ഞാനും പിന്താങ്ങുന്നു. എന്റെ ഭാര്യ സുമലതയും കുറ്റവും കുറവും ഗുണദോഷങ്ങളും കണ്ടുപിടിക്കാൻ സാമർഥ്യമുള്ളൊരു പെണ്ണാണ്. അവൾക്ക് അതിലൊരു ഫോട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നുന്നു. ഇതാണ് ആ ഫോട്ടോ. ആ കോടീശ്വരന്റെ മോള MBA-കാരിയാ. മുഖത്തൊരു ഭവ്യതയും ഗ്രാമീണ സൗന്ദര്യവും ഒക്കെയുണ്ട്. ഇവളെന്തായാലും ജഗന് ചേരും. എന്നെ പോലെ പ്രായമുള്ള സ്ത്രീകൾക്ക് നേരെ വാളെടുക്കുന്ന പ്രകൃതിക്കാരി അല്ലെന്ന് തോന്നുന്നു. അനുസരണക്കാരിയാണെങ്കിൽ നാത്തവും പോരും അമ്മായി അമ്മ പോരും മുത്തശ്ശി പോരും ഒക്കെ ഒഴിവാക്കുകയും ചെയ്യാം. ചേച്ചി ആ ഫോട്ടോ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്തോന്നടി ഇത്? ഇത് ശരിയാവില്ല. പോയി കിട്ടി. പെണ്ണത്ര പോരാ. കൊള്ളില്ലേ? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടാണോ നീ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാളെ ഭർത്താവെന്ന് പറഞ്ഞ് ചുമന്നോണ്ട് നടക്കുന്നത്? എന്റെ ഭർത്താവിനെ കുറിച്ച് മോശം പറയരുത്. ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഓഹോ. മാത്രമല്ല ഏട്ടൻ ഇവിടെ കളക്ടർ ഉദ്യോഗമാണല്ലോ. അയ്യോ, ഒന്ന് നിർത്ത്. നിങ്ങൾ തമ്മിൽ തല്ലി ഇങ്ങനെ തല കീറല്ലേ? അതൊക്കെ ചെയ്യാൻ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ട്. ഏത് നശിച്ച നേരത്താണോന്ന് ജഗന് വേണ്ടി പെണ്ണാലോചിക്കാൻ തോന്നിയത്. ഇനിയിപ്പോ അവൻ പറയട്ടെ. ജഗൻ എത്തിയല്ലോ, ഇനി ജഗന്റെ അഭിപ്രായം ചോദിക്കാം. എനിക്ക് വേണ്ടി ആരും പെണ്ണാലോചിക്കണ്ട. ഞാനിപ്പോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിവാഹത്തിന് സമയമാകുമ്പോ ഞാൻ അറിയിക്കാം. ആലോചന അപ്പം തുടങ്ങിയാൽ മതി. അതെ മോനെ, മോൻ അച്ഛൻ പറയുന്ന സമാധാനത്തോടെ കേൾക്ക. നമ്മുടെ ഈ കുടുംബം ഇനി ഈ ബിസിനസ്സിലേക്കാണ് ശ്രദ്ധ ചെലുത്താൻ പോകുന്നത്. അതിന്റെ പ്രാരംഭ നടപടിയായിട്ടാണ് നിന്റെ വിവാഹം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാരമ്പര്യമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്ന വലിയൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതൊന്നും ശരിയാവില്ല അച്ഛാ. എന്റെ താല്പര്യം രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലം എന്റെ വിവാഹത്തിന് വേണ്ടി ആരും മെനക്കെടണ്ട. എടാ മക്കളെ, ഞാൻ പറയുന്നു കേൾക്ക്. അച്ഛാ വേണ്ട. കല്യാണാലോചന തുടങ്ങിയപ്പോ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണല്ലോടാ. തൽക്കാലം എനിക്ക് കല്യാണം വേണ്ടെന്നാ പറഞ്ഞത്. അതിനർത്ഥം കല്യാണമേ വേണ്ടെന്നല്ലോ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, പോരെ? അത് ശരിയാ. ഹരിതയോട് ജഗനൊരു പ്രത്യേക സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട്. ഇവള് മനസ്സ് വെച്ചാ കാര്യം നടക്കും. എന്നാ പിന്നെ ഇപ്പോഴേ മനസ്സ് വെച്ചോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ മക്കള് തന്നെ മുന്നോട്ട് നീക്കിക്കോ. ഇപ്പോഴൊന്നും അങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാ പത്മേ. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. കോടിക്കണക്കിന് സ്വത്ത് സ്വപ്നം കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്.
ഇവിടെ ആകെ നിയമവും നൂലാമാലകളുമാ. ഞാനിവിടെ നിന്നില്ലെങ്കിലേ എനിക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന് വരും. ജോലിക്കാരെ മുഴുവൻ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. ഇപ്പം മരിച്ചുപോയ രാജീവിന്റെ മകളെ ട്രെയിൻ ചെയ്യിക്കില്ല എന്റെ പണി. പത്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആര് പറഞ്ഞിട്ടടി കിടന്നുറങ്ങിയത്? ആരും പറഞ്ഞിട്ടല്ല. ഇന്നലെ രാത്രി മുഴുവൻ കറണ്ട് ഇല്ലാത്തോണ്ട് മുത്തശ്ശിക്ക് വീശി തന്നില്ലേ, അതുകൊണ്ട് ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല മുത്തശ്ശി. അതുകൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതാ. പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ഓരോരോ ന്യായങ്ങൾ എഴുന്നള്ളിക്കുന്നു. നീ കള്ളിയാ, പേരും കള്ളി. അല്ലേ? അവക്ക് ഉറക്കം വരുന്നു പോലും. സത്യമായിട്ടും ഉറക്കം വരുന്നു. അയ്യടാ, ഓരോ ഉറക്കക്കാരി വന്നേക്കുന്നു. ആദ്യം നിലം തുടച്ച് വൃത്തിയാക്കണം, എന്നിട്ട് തുണികളെല്ലാം കഴുകണം. രാത്രി കറണ്ട് പോകുന്നെങ്കിലേ അപ്പ എണീറ്റ് വീശിക്കോണം കേട്ടോ. ആ പത്മേ, ആ അഹങ്കാരിപ്പെണ്ണ് ദിയ ഒരു പണിയും ചെയ്യില്ല. അവളെ ഒന്ന് മര്യാദ പഠിപ്പിച്ചതാ. ആ ഹരിതയാണല്ലോ. എന്താ ഹരിതേ, നീ ഇറങ്ങുന്നില്ലേ? കുറച്ചു സമയം കൂടെ വേണ്ടി വരും. ഇവിടെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. മനോജ് നാളത്തേക്ക് വരുമോ? ഇല്ല, ഞാൻ വന്ന ചൊറിയുന്ന വർത്താനം കേൾക്കേണ്ടി വരും. അപ്പോ എനിക്കും ചിലപ്പോ ചൊറിഞ്ഞു കേറും. ഞാനും എന്തേലും പറഞ്ഞു പോവും. ഇല്ല മനോജ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പെട്ടെന്ന് കേറി വാ. ഹരി, വെറുതെ സീൻ ഉണ്ടാക്കാൻ വിളിക്കല്ലേ. എടാ ഇല്ലെന്ന്, നീ പെട്ടെന്നൊന്ന് കേറി വന്നാ മതി. പ്രശ്നമൊന്നുമില്ലാന്ന് അവള് ഗ്യാരണ്ടി പറഞ്ഞതല്ലേ. ഇനി പോകാതിരുന്ന മോശം. പോയേക്കാം. എന്തിനാ ഹരിത വിളിച്ചത്? എടാ ഈ ലാപ്ടോപ്പ് വർക്ക് ആവുന്നില്ല, ഒന്ന് നോക്കേ. ഇവിടെ ഇരിക്കെ. പിന്നെ കാശിനും കർമ്മത്തിനും കൊള്ളാത്തനെ കൊണ്ടല്ലേ ലാപ്ടോപ്പ് നന്നാക്കാൻ പോകുന്നത്. എടാ വേറെ ടെക്നീഷ്യനെ വിളിച്ചാലേ കാര്യം നടക്കൂ. നിനക്കിനെ കുറിച്ചൊന്നും അറിയില്ലടാ കഴുതേ. അത് ശരിയാക്കിട്ടുണ്ട്. ഇതിപ്പോ ഓക്കെ ആയല്ലോ. എന്നാ ഞാൻ പുറത്തോട്ട് നിൽക്കും. ആ ഇരിക്കും മോനെ, ഇരിക്ക്. ഊണ് കഴിച്ചിട്ട് ഇനി ഹരിതയ്ക്കൊപ്പം പോയാ മതി. ഒരു ലാപ്ടോപ്പ് തുറന്നെന്ന് വെച്ച് വീരനായകനൊന്നും ആകാൻ നോക്കണ്ട. സൽക്കാരവും വേണ്ട. ഇന്നത്തെ കാലത്ത് കൊച്ചു പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലൊന്നും വലിയ കാര്യമില്ലേ?
പിന്നെ എന്തിനാണ് ഇവനെയൊക്കെ ഇതിന്റെ അകത്തോട്ട് കയറ്റിയത്? വലിയ ടെക്നീഷ്യൻകാരൻ നടക്കുന്നു. ഭാര്യയുടെ ചെലവിൽ നടക്കുന്ന തരംതാണ് ജന്മം. നിർത്ത്. കുറുപ്പ് സാറ് പറഞ്ഞല്ലോ കൊച്ചു പിള്ളേർക്ക് ലാപ്ടോപ്പ് ശരിയാക്കാൻ അറിയാതിരിക്കുന്നു. പിന്നെ എന്തേ നിങ്ങളാരും ശരിയാക്കാതിരുന്നത്? പിന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലേ? മിണ്ടാതിരിക്കും മുത്തശ്ശി. അവിടെ ഞാനേ നിങ്ങളുടെ ചെലവിലും എന്റെ ഭാര്യയുടെ ചെലവിലും ഒന്നും അല്ല കഴിയുന്നത്. എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. അതിനനുസരിച്ചുള്ള ജോലി ഉടനെ തേടി കണ്ടുപിടിക്കുകയും ചെയ്യും ഞാൻ. വയസ്സായാലും ഒരു മൂലയ്ക്ക് മിണ്ടാതിരുന്നൂടെ ഹരിതയുടെ അച്ചമ്മയ്ക്ക്? വരുമ്പോഴൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ പതിവാ. അതെ, പണമില്ലാന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളെക്കാളും പണത്തെക്കാളും വലുതായ ഒന്നെനിക്കുണ്ട്: വിദ്യാഭ്യാസം. എന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അല്ല, അത് ഒരാൾക്കെങ്കിലും ഉണ്ടോ? 4 പേരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയോ നിങ്ങൾക്ക്? ആരെങ്കിലും തിരിച്ച് സംസാരിച്ച ബബ്ബ ആക്കാനല്ലേ അറിയത്തുള്ളൂ. പിന്നെ മിണ്ടാൻ അവിടെ ഇരുന്നാ മതി എല്ലാരും. ക്ഷമിക്കണം അമ്മേ, ക്ഷമിക്കണം വിദേശി. ഞാൻ സംസാരിച്ചതെല്ലാം നിങ്ങളെ 2 പേരെ ഒഴിവാക്കിയ. എന്റെ വാക്കുകൾ കടുത്തു പോയെങ്കിൽ ക്ഷമിക്കണം. പിന്നെ പ്രായത്തില് മൂത്തവരെ ബഹുമാനിക്കാനാ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അവിവേകമായി ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മോനെ, അപമാന ഭാരം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ മനോജ് പ്രതികരിച്ചത്. ഇനിയെങ്കിലും അച്ഛനും അച്ഛമ്മയും വടിയെടുത്ത് കൊടുക്കരുത്. അവൻ തല്ലും. എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ട്. സൂക്ഷിച്ചാ കൊള്ളാം. വന്ദനം വരെ വീട് കണ്ടുപിടിക്കണം. അവിടെ ചെന്നാ എന്റെ വന്ദനമെന്നെ പൊന്നുപോലെ നോക്കിക്കോളും. സന്തോഷം. അവക്ക് അങ്ങനെ തന്നെ വേണം. എന്തൊരു പത്രാസായിരുന്നു അവക്ക്.
ഒരു ഭാഗം തളർന്നതോടെ എന്തായാലും അവളുടെ അഹങ്കാരം തീർന്നു കാണും. അവള് ശേഷിച്ച കാലം ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത് എനിക്കൊന്ന് കാണണം, കണ്ട് ആസ്വദിക്കണം എനിക്ക്. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആ ഈ നാശം പിടിച്ച പെണ്ണിത് എങ്ങോട്ട് പോയി? കട്ട് തിന്നാൻ അടുക്കളയിലോട്ട് പോയി കാണും. നാശം, നോക്കട്ടെ എങ്ങോട്ട് പോയത്. ഈ വയസ്സുകാലത്ത് എന്നിട്ട് ഓടിക്കാനായിട്ട് എവിടെ പോയി പമ്മി ഇരിക്കുക. നശിപ്പിക്കാൻ പറഞ്ഞ ജന്മം ഇവിടെ എവിടെ പോയി തൊലഞ്ഞു? എന്താ എന്താ പ്രശ്നം? എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ദിയമോളെ കാണുന്നില്ല. ദിയമോളെ കാണാനില്ലെന്നോ? അവളെ സൂക്ഷിക്കാൻ നിങ്ങളല്ലേ ഏൽപ്പിച്ചത്? എപ്പോഴും സൂക്ഷിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് തൂത്ത് തുടയ്ക്കുന്നത് കണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് മാറിയത്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആളെ കാണാനില്ല. എല്ലായിടത്തും നോക്കിയോ? മുക്കിലും മൂലയിലും അരിച്ചു പിറക്കി. ഇവിടെങ്ങും അവളുടെ പൊടി പോലും ഇല്ല. അവളിവിടുന്ന് മുങ്ങിയെന്നാ തോന്നുന്നത്. ചതിച്ചോ? ഇന്ന് വക്കീല് വരും, കുട്ടിയെ ചോദിക്കും. കാണാനില്ലെന്ന് പറഞ്ഞ നമ്മളെ പൂട്ടുന്ന വകുപ്പ് തന്നെ അയാൾ എടുത്ത് പ്രയോഗിച്ചിരിക്കും. കാലിന് സ്വാധീനമില്ലാത്ത കുട്ടി ഇത്ര പെട്ടെന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ആരോ അവളെ രക്ഷിച്ചതാവും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ കേട്ടിട്ടില്ലടാ. അവളായിരിക്കും ഇതിന് പിന്നിൽ. അമ്മ ആരെ ഉദ്ദേശിക്കുന്നേ? അവളെ തന്നെ, ആ വന്ദനെ. അവളെ ഒന്ന് കിട്ടട്ടെ, ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. സാഗർ ജീവിച്ചിരിക്കുമ്പോ ദിയമോളെ ആ തെണ്ടിക്കൊപ്പം വാഴിക്കില്ല.
സാഗർ ആരാണെന്ന് അവളെ അറിയിച്ചിരിക്കും. രാഗി, വന്ന് വണ്ടി കയറ്. ഇപ്പോ ഈ നിമിഷം നമുക്ക് അവരുടെ വീട്ടിൽ പോണം. അവളവിടെ ഉണ്ടെങ്കിൽ വന്ദനയുടെ കൺമുന്നിൽ വെച്ച് അടിയും കൊടുത്ത് പിടിച്ചിറക്കി കൊണ്ടുവരും ഞാൻ. മോനെ, പോകുന്ന വഴി റോഡിൽ വെച്ചെങ്ങാനും കണ്ട ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിക്കണ്ട. കാറ് കയറ്റി കൊന്നേരെ. വന്ന് വണ്ടി കയറ്.